NS7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. വിശ്വവിഖ്യാതമായ കൃതികളിലൂടെ മലയാളികളുടെ ഹൃദയത്തിലെ സാഹിത്യ സുൽത്താനായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനം ബഷീർ ദിനമായി ആചരിച്ചു. ബഷീർ ദിനത്തോടനുബന്ധിച്ച് വിപുലവും വ്യത്യസ്തമായ പരിപാടികളാണ് തിരുവിഴാങ്കുന്ന് UP സ്കൂളിൽ സംഘടിപ്പിച്ചത്. ബഷീറും കഥാപാത്രങ്ങളിലും കുട്ടികളിലേക്ക് എന്ന പരിപാടിയിൽ വൈക്കം മുഹമ്മദ് ബഷീറും വിവിധ കഥാപാത്രങ്ങളും പുനഃസൃഷ്ടിച്ച് വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ക്ലാസ് അടിസ്ഥാനത്തിൽ ബഷീർ ദിന ക്വിസും കഥാപാത്ര ചിത്രീകരണവും സംഘടിപ്പിച്ചു. ബഷീർ ചിത്രങ്ങളുടെയും കഥാപാത്രങ്ങളുടെയും പ്രദർശനം, ചുമർ പത്രികാ നിർമ്മാണം, പുസ്തക പ്രദർശനം എന്നിവയും ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നടന്നു. ബഷീർ കഥാപാത്രങ്ങൾക്ക് പുതുജീവൻ നൽകി നടന്ന ബഷീർ ദിന പരിപാടികൾ പ്രധാനാധ്യാപകൻ TS ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗ കൺവീനർ ജയചന്ദ്രൻ ചത്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. വിദ്യാരംഗ കലാസാഹിത്യവേദിയും മറ്റു വിവിധ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിലാണ് ബഷീർ ദിനം ആചരിച്ചത്. ബഷീർ കഥാപാത്രങ്ങളുടെ വേഷം ധരിക്കൽ, കഥാപാത്രങ്ങളുടെ പേരുകളും സന്ദർഭങ്ങളും സംഭാഷണങ്ങളും ഉൾപ്പെടുത്തിയ ചാർട്ട് പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു. ബഷീർ കഥാപാത്രങ്ങളുടെ രംഗാവിഷ്കരണം കുട്ടികൾക്ക് ഏറെ കൗതുകമായി. സ്കൂൾ മാനേജർ CP ഷിഹാബുദ്ദീൻ, റഹിയാനത്ത്, ബിന്ദു P വർഗീസ്, വിനീത, ഫാത്തിമ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം SNTTയിലെ വിദ്യാർത്ഥികളും പരിപാടിക്ക് നേതൃത്വം നൽകി. സഹോദരി പാത്തുമ്മയുടേതാണ്. ശബ്ദങ്ങളും നിന്റെ ആട് തിന്നു. പുതപ്പ് തിന്നാൻ നോക്കിയപ്പോൾ ഞാൻ അപ്പുറത്ത് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ അല്ലേലും ആടിന്റെ കണ്ണൂടാ. എന്റെ ആടിങ്ങളെ പുസ്തകമൊന്നും തിന്നൂല. എന്റെ ആട് വെറും പച്ച പ്ലാവിലെ തിന്ന. വെറുതെ പറയട്ടോ നിങ്ങള്. ഞാനൊന്നും ഉണ്ടെന്നില്ല. അതാ ഇങ്ങക്ക് നമ്മളെ മനസ്സിലായില്ലേ? ഞാനാണ് സൈനബ, മുച്ചീട്ട് കളിക്കാരൻ, ഒറ്റക്കണ്ണൻ പൊക്കറിന്റെ ഓമന മകളാണ് ഞാൻ. പിന്നെ ഈ നാട്ടിലെ സുന്ദരി ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്കൊരാളെ ഇഷ്ടമാണ്, മുത്തപ്പ. ഇതാ വേദന അല്ല, കരളീന്നൊരു വേദന. ഇതാ വേദന അല്ലെന്നേ. ഞമ്മള് പറയൂല, നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിക്കോളീ. ഞമ്മള് പറയൂല, നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തിക്കോളീ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.